ദൈവവചനം. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. ജെറമിയ 17:7. ദൈവത്തിന് സ്തുതി. ദൈവത്തിന് സ്തുതി. ദൈവവിശ്വാസം നമുക്ക് സന്തോഷം നൽകട്ടെ. പ്രൈസ് ദ ലോർഡ്. സൺഡേ. മേ യുവർ ട്രസ്റ്റ് ഇൻ ഗോഡ് ബ്രിങ് ലാസ്റ്റിംഗ് ജോയ്. ആയുഷ്കാലം അത്രയും ഞാൻ കർത്താവിനെ സ്തുതിക്കും. ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. ദൈവം നിനക്ക് വിജയം തരുന്നതിന് മുൻപ് 1 നിന്നെ തളർത്തും, 2 നിന്നെ ഒറ്റപ്പെടുത്തും, 3 നിനക്ക് വേദനകൾ തരും. അതിനുശേഷമായിരിക്കും നിൻ്റെ വിജയം. ഹാപ്പി ഞായർ. എൻ്റെ വഴി അവിടുന്ന് അറിയുന്നു. അവിടുന്ന് എന്നെ പരീക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. ജോബ് 23:10. You will succeed in whatever you choose to do, and light will shine on the road ahead of you. You will cry not because someone hurt you, but because God has answered your prayers. If you are not ashamed of Jesus Christ, Amen, and send this Bible verse to someone important. Dear God, please open all doors for the person who passes this along and proclaims a beautiful Amen. ഒരു കിടിലൻ ലവ് സ്റ്റോറി ഉണ്ട്. ബൈബിളിലെ ഉത്തമഗീതത്തിലാണ്. കഥയിലെ നായികയായ പെൺകുട്ടി സുന്ദരിയാണ്, അതീവ സുന്ദരിയാണ്. അവളുടെ അഴകിൽ ആകൃഷ്ടനായ അവിടുത്തെ രാജാവ് അവളെ സ്വന്തമാക്കാനായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ്. രാജാവിന് വേറെ ഭാര്യമാരുണ്ട്, അത് വേറെ കാര്യം. രാജാവ് അവൾക്ക് രാജകൊട്ടാരവും രാജകീയ സുഖ സൗകര്യങ്ങളും ഒക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിന്റെ മുമ്പിലൊന്നും തെല്ലും കുലുങ്ങാതെ വളരെ സ്റ്റേഡായിട്ട് അവൾ പറയുകയാണ്, എനിക്ക് താല്പര്യമില്ല. കാരണം അവൾക്ക് മറ്റൊരാളോട് ആത്മാർത്ഥ പ്രണയമായിരുന്നു. പണവും പ്രതാപവും ഇല്ലാത്ത, കൂടെ പോയാൽ അസൗകര്യങ്ങൾ മാത്രം സമ്മാനിക്കുന്ന ഒരു സാധാരണക്കാരനായ ആക്കിരയനായിരുന്നു അവൻ. അവള് രാജാവിനെ പഠിപ്പിക്കുകയാണ് എന്താണ് യഥാർത്ഥ പ്രണയമെന്ന്. വിവാഹം കഴിച്ച ഭാര്യയോടും പ്രണയിക്കുന്നയാളോടുമുള്ള വിശ്വസ്തതയും ആത്മാർത്ഥതയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് അവള് ഓർമ്മിപ്പിക്കുകയാണ്. അൽഷമേഷ് രൂപത്തിലൂടെ കടന്നു പോകുന്ന തന്റെ ഭർത്താവിനെ ഒത്തിരി കഷ്ടപ്പെട്ട് നോക്കുന്ന ഭാര്യയുടെ അടുത്ത് വന്നിട്ട് ഒരിക്കലും ഒരു കൂട്ടുകാരി പറഞ്ഞ്, നീ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് നിന്റെ ഭർത്താവിനെ നോക്കുന്നത്? അയാൾക്ക് അറിയില്ലല്ല നീ അയാളുടെ ഭാര്യയാണെന്ന്. ഈ നിൽക്കുന്ന കുട്ടികൾ അയാളുടെ മക്കളാണെന്ന് അറിയില്ലല്ല. അപ്പൊ ആ ഭാര്യ പറഞ്ഞ്, എനിക്കറിയാല ഇത് എന്റെ ഭർത്താവാണെന്ന്. എനിക്കറിയാലോ ഇത് ഞങ്ങൾ ഇത്ര നാളും പോറ്റിയ ഞങ്ങളുടെ അപ്പയാണെന്ന്. ഇത് എനിക്ക് ദൈവം തന്ന സമ്മാനമാണ്. അന്ന് കല്യാണത്തിന്റെ സമയത്ത് ഞാൻ വാഗ്ദാനം ചെയ്തായിരുന്നു, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഒക്കെ അവസാനം വരെ, മരണം വരെ കൂടെ ഉണ്ടാകും. അതെ, ഞാൻ മരണം വരെ കൂടെ ഉണ്ടാകും. എൻ്റെ വഴി അവിടുന്ന് അറിയുന്നു. അവിടുന്ന് എന്നെ പരീക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. ബാബുവും ബേബിയും ഏറ്റവും അടുത്ത കൂട്ടുകാരാണ്. ചെറുപ്പം മുതലേ അറിയുന്നവരാണ്, ഒരുമിച്ച് പഠിച്ചവരാണ്, ഒരുമിച്ച് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണ്. അവർ കടൽപ്പുറത്തു കൂടി നടക്കുകയായിരുന്നു. എന്തോ പറഞ്ഞ് വാക്ക് തർക്കമായി. അതിനിടയ്ക്ക് ബാബു ബേബിയെ ഒരു അടിയടിച്ചു. ബേബിക്ക് നല്ല വിഷമമായി.
ബേബിക്ക് നല്ല വിഷമമായി. അത് വേദനയേക്കാൾ കൂടുതൽ. അവൻ മണലിൽ ഒരു വടിയെടുത്ത് ഇങ്ങനെ എഴുതി: എൻ്റെ പ്രിയപ്പെട്ടവൻ ജീവിതത്തിൽ ആദ്യമായി എന്നെ തല്ലി. അത് കണ്ടപ്പോൾ ബാബുവിന് വിഷമമായി. അവൻ അവൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു മാപ്പ് പറഞ്ഞു. രണ്ടുപേരുടെയും കണ്ണു നിറഞ്ഞു. അവർ കെട്ടിപ്പിടിച്ച് അവരുടെ പിണക്കം മറന്നു. ഒരു തിര വന്ന് ബാപ്പു എഴുതിയതും അയച്ചതും ഒപ്പം അവരെയും തഴുകിപ്പോയി. കുറേ ദിവസങ്ങൾക്ക് ശേഷം അവർ അതുപോലെ കടൽത്തീരത്ത് കൂടി നടക്കുമ്പോൾ ശക്തിയായ ഒരു തിര വന്നതിൽപ്പെട്ട് ബേബി കടലിലേക്ക് ഒഴുകിപ്പോയി. ബാബു പെട്ടെന്ന് സ്വന്തം ജീവന് വില നൽകാതെ കടലിലേക്ക് ഇറങ്ങി ബേബിയെ വലിച്ചു കയറ്റി രക്ഷപ്പെടുത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ ബേബി ആരോഗ്യം വീണ്ടെടുത്ത് അവിടുന്ന് പോകുമ്പോൾ അവിടെ കിടന്ന ഒരു കമ്പി കഷ്ണം എടുത്ത് കടൽ ഭിത്തി കെട്ടിയ വലിയ പാറയിൽ അവൻ എഴുതി: എൻ്റെ പ്രിയപ്പെട്ടവൻ ഇന്ന് എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. ബാബു ചിരിച്ചുകൊണ്ട് ബേബിയോട് ചോദിച്ചു: അതെന്താണ് നീ ഇങ്ങനെ ചെയ്തത്? മണലിൽ എഴുതിയാൽ പോരായിരുന്നോ? ബേബി പറഞ്ഞു: അന്നുണ്ടായത് ഞാൻ എന്നേ മറന്നു കഴിഞ്ഞു. അന്നേ മറക്കേണ്ടതാണ്. ഇന്ന് എനിക്ക് ജീവൻ നൽകിയത് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല, മറക്കാൻ പാടില്ലാത്തതാണ്. ഈ ഒരു കാഴ്ചപ്പാട് ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും ജീവിതം മനോഹരവും വാശി പിടിക്കേണ്ടത് വാശിയും വെറുപ്പും ഒന്നും വേണ്ട എന്ന് വയ്ക്കാൻ ആയിരിക്കണം. അസുഖകരമായ പഴയ കാര്യങ്ങൾ എടുത്തിട്ട് വഴക്കടിച്ച് വിഷമിച്ച് എന്താണ് നമുക്ക് നേടാനുള്ളത്? എൻ്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അതെ, ഞാൻ പറയുന്നു, അവനെ ഭയപ്പെടുവിൻ. 5 കുരുവികൾ 2 നാണയത്തുട്ടിന് വിൽക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ്. ലൂക്ക 12:4-7. പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടി. അപ്പോൾ അവൻ ശിഷ്യരോട് പറയുവാൻ തുടങ്ങി: ഫരിസേയരുടെ കാപട്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ. മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇരുട്ടത്ത് സംസാരിച്ചത് വെളിച്ചത്ത് കേൾക്കപ്പെടും. വീട്ടിൽ സ്വകാര്യ മുറികളിൽ വെച്ച് ചെവിയിൽ പറഞ്ഞത് പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടും. ലൂക്ക 12:1-3. ആറടി ചുവര് താൻ ആശയാൽ തടുക്കുമാ കിളിയേ, തന്തന കിളിയേ. കോട്ടയിൽ എഴുപ്പലാം, പാതയിൽ മറയ്ക്കലാം കിളിയേ, തന്തന കിളിയേ. കാട്ടാറും ഇളം കുയിലിൻകളിൽ പാട്ടാറും കാവൽ ഏൽക്കുമോ, കാതൽ തോൽക്കുമോ? ആറടി ചുവരു താൻ ആശയാൽ തടുക്കുമാ കിളിയേ, തന്തന കിളിയേ. ആഴൽ കടൽ അലൈകളും ഓയുമേ പിറണയായി. ഓ, ഭൂമിയിൽ മലൈകളും സായുമോ വെറും സുരയായി. ഓ, കാവൽ തന്നെ താണ്ടി
அதை இசை தேடுமா நீ எங்கேயோ நான் எங்கேயோ ஆறடி சுவரு தான் ஆசையால் தடுக்குமா கிளியே தந்தன கிளியே கோட்டையில் எழுப்பலாம் பாதையில் மறைக்கலாம் கிளியே தந்தன கிளியே ராத்திரி வலம் வரும் பாய் நிலா என்னை வாட்டுதே ஓ நீராமில் கொள்ளும் வேளையில் அனல் மடுதே ஓ வாடும் மலர் தோரணம் நீயும் இதால் காரணம் நீ எங்கே நான் எங்கேயோ ஆறடி சுவரு தான் ஆசையால் தடுக்குமா கிளியே தந்தன கிளியே கோட்டையில் எழுப்பலாம் பாதையில் மறைக்கலாம் கிளியே தந்தன கிளியே நீரெல்லாம் உன்னை பார்க்கிறேன் ஓ காத்திரும் நாளே போரும் நாள் வரும் சிறை மீட்டுகிறேன் ஓ போதும் பாடும் வேறும் காதல் தரும் சோதனை நீ எங்கே ஆறடி சுவரு தான் ஆசையால் தடுக்குமா கிளியே தந்தன கிளியே கோட்டையில் எழுப்பலாம் பாதையில் மறைக்கலாம் கிளியே தந்தன கிளியே காட்டாரும் இளங்குயில்களில் பாட்டாரும் காவல் ஏൽക്കുമോ காதல் தோൽക്കുമോ ஆறடி சுவரு நாள் ஆசையால் தடுக்குமா கிளியே தந்தன கிளியே கோட்டையில் எழுப்பலாம் பாதையில் മറയ്ക്കലാം കിളിയേ തന്തന കിളിയേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതോടൊപ്പം നോയമ്പിൻ്റെ ആശംസകളും. ഗുഡ് നൈറ്റ്.